ഈ ചില വീടുകളിൽ പറയും മക്കൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വൈകല്യം വന്നു കഴിഞ്ഞാൽ ഇത് കർമ്മഫലമാണ്. അത് പറഞ്ഞു തരാനാ ഞാൻ ഇത്രയും മെനക്കെട്ടത്. ഈ ഇരിക്കുന്ന മേശയും കസേരയും സാധനങ്ങളും എല്ലാം നമ്മുടെ കർമ്മഫലമാണെന്ന് പഠിച്ചപ്പോഴാണ് ഒരു പ്രവൃത്തി ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാകുമെന്നും നല്ലതും ചീത്തയാണെന്ന് തിരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ കണ്ണില്ലാതെ ജനിക്കുക, കാലില്ലാതെ ജനിക്കുക, മറ്റ് വൈകല്യങ്ങളോടെ ജനിക്കുക. കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നതെന്ന് എത്ര ആലോചിച്ചാലും കിട്ടത്തില്ല. കാരണം അവർ പ്രവൃത്തി ചെയ്ത് തുടങ്ങിയില്ലല്ലോ. അപ്പൊ ഫലം അനുഭവിക്കേണ്ടി വരത്തില്ലേ? ആ ഫലം എവിടുന്ന് അനുഭവിക്കുന്നു എന്നുള്ള ഉത്തരം വന്നപ്പോഴാണ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള മനുഷ്യന്മാർ കണ്ടുപിടിച്ചതാണ് ഇതിനു മുമ്പ് ഒരു ജന്മം വേണമെന്ന്. അങ്ങനെയാണ് ജന്മസിദ്ധാന്തം ഉണ്ടാക്കിയത്. പക്ഷെ യേശുക്രിസ്തുവിന്റെ നാട്ടിലൊക്കെ ഇരിക്കുന്നവനെല്ലാം താടിക്കും കയ്യിരുന്ന് എത്ര ആലോചിച്ചിട്ട് അത് കിട്ടിയില്ല, ജന്മസിദ്ധാന്തം കിട്ടിയില്ല. അപ്പൊ അവർ കണ്ടുപിടിച്ച എന്താണ്? ആദിപാവം. അങ്ങനെയാണ് ക്രിസ്ത്യാനികളെല്ലാം പാവികളായി പോയത്. ഈ രണ്ട് ഉത്തരമേ ഉള്ളു ലോകത്ത്, ഒരു ബന്ധമില്ലാതെ. ഇത് യഥാർത്ഥത്തിലുള്ളതാണെന്നെങ്കിൽ എൻ്റെ അടുത്ത് ഒരേ ഉത്തരം വരുത്തില്ലേ? അപ്പൊ അങ്ങനെയല്ല, സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. ഇതുകൊണ്ട് ജനറ്റിക്സ് അറിഞ്ഞുകൂടാ ഈ രണ്ട് പാർട്ടി. ഇത്രയേ ഉള്ളൂ, ജനറ്റിക്സ് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് വൈകല്യം ഉണ്ടാകുന്നത് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മ്യൂട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണ് ഒരു വൈകല്യം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഉത്തരം അറിയാം. ഈ ഉത്തരം പണ്ട് അറിഞ്ഞുകൂടാ. അന്ന് രണ്ട് മണ്ടക്കണയപ്പന്മാരുണ്ടാക്കിയതാണ്. അത് ഈ യേശുക്രിസ്തുവിന്റെ നാട്ടിലും ബുദ്ധന്റെ നാട്ടിലും രണ്ട് ഉത്തരമാണ് ഈ പറയുന്ന ജന്മസിദ്ധാന്തവും ഈ പാവവും. ജനറ്റിക്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്.